യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കുറെ ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവ്? ആരാണ്? ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്. പുത്രനായ യേശു ക്രിസ്തു ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസം തോന്നിയേക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15, 16, 17 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, യേശു പറയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ എല്ലാം നിങ്ങൾ പാലിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയത് നമ്മുടെ വിശുദ്ധിയും യോഗ്യതയും പ്രാർത്ഥനയും കൊണ്ടാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, നിങ്ങൾക്ക് ഒരു സഹായകനെ അവിടുന്ന് നൽകും. ഹല്ലേലൂയ. ഈ സഹായകൻ ആരാണ്? ഈ സഹായകൻ പരിശുദ്ധാത്മാവ്. യേശു പിതാവിനോട് അപേക്ഷിച്ചു, അങ്ങനെ പിതാവ് നമുക്ക് നൽകിയ ആ സഹായകൻ പരിശുദ്ധാത്മാവ്. 17-ാം വചനം. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിനു സാധിക്കത്തില്ല. ലോകത്തിനു സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മനുഷ്യൻ, ജഡത്തിന്റെ മനുഷ്യൻ, ആസക്തിയുടെ മനുഷ്യൻ, ലൗകിക മനുഷ്യന് പരിശുദ്ധാത്മാവിനെ കുറിച്ചോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചോ മനസ്സിലാവത്തില്ല. ലോകത്തിന്റെ മനുഷ്യന് ഈ സത്യാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, സത്യത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇനിയുള്ള വചനം ശ്രദ്ധിക്കുക. അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അവൻ, പരിശുദ്ധാത്മാവ്, യേശു പറയാ, അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. നിങ്ങൾ അവനെ അറിയുന്നു. അപ്പോസ്തലന്മാർ പറയാ, നിങ്ങൾ അവനെ അറിയുന്നു. അവൻ പരിശുദ്ധാത്മാവാണ്. കാരണം അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. അവൻ
പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒത്തുവസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണ് വസിക്കുന്നത്? എൻ്റെ ഉള്ളിൽ. ആ ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു, അവൻ നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ആർക്കും വേർപെടുത്താൻ പറ്റത്തൊരു ബന്ധം അത്. പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് വരിക. ആർക്കും ആ ബന്ധത്തെ തകർക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഈ വലിയൊരു ബന്ധം വളരണം. ഞാനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ ഒരു ബന്ധം വളരണം. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൻ്റെ മേൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൻ്റെ മേൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ തലച്ചോറിലും ബുദ്ധിയിലും വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ വ്യാപരിക്കണം. എൻ്റെ കൺട്രോൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് ആത്മീയ ജീവിതത്തിൽ ഒരു ഉയർന്ന ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. നമ്മുടെയൊക്കെ നിയന്ത്രണം പലപ്പോഴും നമ്മുടെ ബുദ്ധി മനസ്സൊക്കെ ആയിട്ട് നിയന്ത്രിക്കപ്പെട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം. എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ആത്മാവ് പറയുന്നതനുസരിച്ചുള്ള ഒരു ജീവിതം. അത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഒരു ആത്മീയ മനുഷ്യന് അത് എളുപ്പമാണ്. ആത്മാവിനാൽ നയിക്കപ്പെട്ടു തുടങ്ങുമ്പോൾ അത് വളരെ എളുപ്പമാണ്. നമ്മളെ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുക. ഹല്ലേലൂയ. നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തി വഴിയായി നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് യേശു ക്രിസ്തുവിലും സഭയിലും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുക. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ശക്തി തുറക്കുക. ആത്മാവിൻ്റെ ശക്തി നമ്മിലൂടെ ഒഴുകാൻ തുടങ്ങുക. അഭിഷേകത്തിൻ്റെ ശക്തി നമ്മൾ തുറക്കപ്പെടുക. ജീവജലത്തിൻ്റെ അരുവി നമ്മിലൂടെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അനുഭവം. അതായത് പൂർണ്ണമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആയിത്തീരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് കരമെത്തി പിടിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് രോഗശാന്തികളും അഭിഷേകവും അനുഗ്രഹവും നൽകണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ദുഃഖങ്ങളും നിരാശകളും വേദനകളും മാറ്റണമേ. ഭയവും കുറ്റബോധവും ആകുല പീഡകളും തിന്മയുടെ പീഡകളും ആത്മാവേ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ പോയിട്ട് സഹായകനെ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ വചനം പറയുന്നത് യോഹന്നാൻ 16:7 എവിടെയും പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറയുമ്പോൾ അവൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. അവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അവൻ ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആത്മാവാണ്, ദൈവം അരൂപിയാണ്. എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തില്, എന്നില് എനിക്ക് ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 16 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. കാരണം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ബാക്കി വചനം ശ്രദ്ധിച്ചു. അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. ആരിൽ നിന്ന്?
പിതാവിൽ നിന്ന് യേശുവിൽ നിന്ന് കേൾക്കുന്നത് ആത്മാവിന് സംസാരിക്കാണത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. യേശു പറയാ, അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ആ വചനഭാഗത്ത് 8 തവണ പരിശുദ്ധാത്മാവിനെ യേശു അവൻ എന്ന് വിളിക്കുന്നുണ്ട്. യേശു പരിശുദ്ധാത്മാവിനെ അവൻ 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 എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അവൻ ഒരു വ്യക്തിയാണ്. യേശു പറയാ, ഞാൻ പോയിട്ട് അവനെ അയക്കും, ഞാൻ പോയിട്ട് അവനെ അയക്കും. ചേട്ടൻ പറയുന്ന പോലെ അല്ലേ, ചേട്ടൻ പറയാം ഞാൻ പോയിട്ട് അവനെ വിടുമെന്ന് പറയുന്ന പോലെ യേശു പറയുന്നത്, ഞാൻ പോയിട്ട് അവനെ അയക്കും എന്നാണ് യേശു പറയുന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഇങ്ങനെയെല്ലാം യേശു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യേശു പറയുന്നുണ്ട്, അവൻ വരാതെ ഞാൻ പറയുന്നൊന്നും ഉൾക്കൊള്ളാനും ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:26 അങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ 14:26, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, എല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. യോഹന്നാൻ 15:26, ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. അവൻ നോക്കിയേ, ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ. പന്തക്കുസ്തായില് യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുക, സഹായകനെ അയച്ചു. അപ്പോസ്തലന്മാർ അഗ്നിയായിട്ട് സഹായകൻ വന്നു. ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത് എന്നെയും നിങ്ങളെയും യേശുവിന്റെ സാക്ഷികളാക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി തീർക്കാൻ വേണ്ടിയാണ് പിതാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കണമെങ്കിൽ, പ്രാർത്ഥനയുടെ മനുഷ്യനാകണമെങ്കിൽ, ഒരു വിശുദ്ധനായി തീരണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. പരിശുദ്ധാത്മാവാണ് നമ്മളെ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ലതായിട്ടൊന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരമുയർത്തിയടിച്ച് ഒന്ന് ചേർന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അല്പം കൂടെ സ്വരമുയർത്തി വിളിച്ചേ, സ്നേഹത്തോടെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ശക്തിയുടെ ആത്മാവിനെ വിളിച്ചേ, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ആത്മാവാണ്. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 4:24, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകരെ പിതാവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന. ആത്മാവിൽ എൻ്റെ ആത്മാവ് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിലേക്ക് നമ്മൾ കടന്നു വരണം. അതാണ് യേശു പഠിപ്പിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകരെ പിതാവ് അന്വേഷിക്കുകയാണ്. പിതാവ് ആത്മാവിനെ നമുക്ക് നൽകി. പിതാവായ ദൈവം ആത്മാവാണ്, പുത്രനായ ദൈവം ആത്മാവാണ്, പരിശുദ്ധാത്മാവായ ദൈവവും ആത്മാവാണ്. പിന്നെങ്ങനെ യേശു പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് വിളിക്കും? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായതുകൊണ്ടല്ലേ അവൻ എന്ന് വിളിച്ചത്. യേശുവിന് ശരീരമുണ്ട്. ഈ ഭൂമിയിൽ പറഞ്ഞ യേശുവിന് ശരീരമുണ്ടായിരുന്നു. നമ്മുടെ ശരീരം പോലുള്ള ശരീരം ആണോ? ഇതുപോലെ അസ്ഥി മജ്ജയും മാംസമൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മളെ പോലെ വിശപ്പും ദാഹമൊക്കെ യേശു ഉണ്ടായിരുന്നു. നമ്മുടെ ശരീരവും യേശുവിൻ്റെ ശരീരവും നമ്മളുടെ വ്യത്യാസം എന്താ പറയാമോ?
നമ്മുടെ ശരീരവും യേശുവിൻ്റെ ശരീരമുള്ള വ്യത്യാസം. നമ്മുടെ ശരീരത്തിൽ പാപമുണ്ട്, യേശുവിൻ്റെ ശരീരത്തിൽ പാപമില്ല. അതാണ് വ്യത്യാസം. അവൻ പാപരഹിതനായിരുന്നു, അവൻ ദൈവമാ, അവനിൽ പാപമില്ല. നമ്മുടെ ശരീരത്തിൽ പാപമുണ്ട്. ഹല്ലേലൂയ. ഇനി യേശു പറയുന്നു, അവനെ ഞാൻ അയക്കും, അവൻ നിങ്ങളുടെ കൂടെ വസിക്കും, നിങ്ങളോട് ഒത്തുവസിക്കും, അവൻ നിങ്ങളിലായിരിക്കും, അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളിലായിരിക്കും. അടുത്ത ഒരു ചോദ്യം, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ശരീരമുണ്ടോ ഇല്ലയോ? പരിശുദ്ധാത്മാവിന് ശരീരം ഉണ്ടോ ഇല്ലയോ? യേശുവിന് ശരീരമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിന് ശരീരമുണ്ടോ? നിങ്ങൾ വിളിച്ചു പറഞ്ഞു ശരീരമില്ലെന്ന്. പക്ഷെ ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവിന് ശരീരമുണ്ട്. അത് എൻ്റെ ഈ ശരീരമാണ്. പരിശുദ്ധാത്മാവായ ദൈവം സഹായകൻ എൻ്റെ ഉള്ളിൽ ആത്മാവായി അരൂപിയായി എൻ്റെ ഉള്ളിൽ വന്ന് വസിച്ച് കഴിയുമ്പോൾ മുതൽ എൻ്റെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ്. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെതാ. ഇത് അശുദ്ധിക്കുള്ളതല്ല, മദ്യപിക്കാനുള്ളതല്ല, ജഡികപാപത്തിനുള്ളതല്ല, അതിനൊന്നും ഉള്ളതല്ല ഈ ശരീരം. ഇത് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെതാണ്. 2000 വർഷം മുൻപ് ഈ ഭൂമിയിൽ പിറന്ന യേശു, ആ യേശുവിൻ്റെ ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്തോ അതൊക്കെ ചെയ്യിപ്പിക്കാൻ ശക്തനായവൻ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് ശരീരമുണ്ട്, അത് എൻ്റെ ശരീരമാ, എൻ്റെ ശരീരമാ പരിശുദ്ധാത്മാവിൻ്റെ ശരീരം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? യു ആർ എ ടെമ്പിൾ ഓഫ് ഗോഡ്. നിന്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലാത്തവനായ പരിശുദ്ധാത്മാവ്, ഈ ആത്മാവ് എൻ്റെ ഉള്ളിൽ ആവസിക്കുമ്പോൾ മുതൽ എൻ്റെ ഈ ശരീരം പരിശുദ്ധാത്മാവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ജയകരമായ ഒരു ജീവിതം, അഭിഷേകത്തിൻ്റെ ജീവിതം, അത്ഭുതങ്ങളുടെ ജീവിതം നടത്തുവാൻ തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തനാ. ഒരു കൈയടി പരിശുദ്ധാത്മാവിന് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തിയടിച്ചേ, സ്വരമുയർത്തി വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഉണർവോടെ വിളിച്ചേ, ശക്തിയോടെ വിളിച്ചേ, അഭിഷേകം ആഗ്രഹിച്ച് വിളിച്ചേ, പരിശുദ്ധാത്മാവേ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അരൂപിയായ ദൈവം, സഹായകൻ, യേശുവിനെ പോലെ ശക്തനാണ് പരിശുദ്ധാത്മാവ്. പിതാവിനെ പോലെ ശക്തനാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ തിരിച്ചറിയണം, പിതാവിനെ പോലെ ശക്തനാണ് പരിശുദ്ധാത്മാവ്, യേശുവിനെ പോലെ ശക്തനാ പരിശുദ്ധാത്മാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുല്യതയാണ്, 3 പേർക്ക് തുല്യതയാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാ. നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കുമൊന്നും ഒതുങ്ങുന്ന കാര്യമല്ല ഇത്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാ. യേശുവിനെ പോലെ ശക്തനായ ദൈവം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ചെയ്ത അതേ പ്രവൃത്തികൾ തന്നെ എൻ്റെ കരങ്ങളിലൂടെ യേശുവിന് ചെയ്യാൻ സാധിക്കും. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവെന്ന് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കരം ഉയർത്തി അടിക്കാമോ? പരിശുദ്ധാത്മാവിനെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. തിരിച്ചറിയുക, ജീവിക്കുന്ന ദൈവം ആത്മാവായി എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം ആത്മാവായി അരൂപിയായി ശക്തനായി എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. ഈ ശക്തി ആരിലൊക്കെ തുറക്കപ്പെട്ടോ അവരൊക്കെ വിശുദ്ധന്മാരായി, വിശുദ്ധകളായി, ശക്തരായിട്ട് മാറി. ഹല്ലേലൂയ. അയർലൻഡ് എന്നൊരു രാജ്യമുണ്ട്. ഞാനവിടെ പലതവണ സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അയർലൻഡ് എന്ന രാജ്യം, അയർലൻഡ് എന്ന രാജ്യത്തിൽ ഒരു വ്യക്തിയാണ് ആ രാജ്യത്തെ സുവിശേഷവൽക്കരിച്ചത്. ആ വിശുദ്ധന്റെ പേരറിയാമോ? വിശുദ്ധ പാട്രിക്. വിശുദ്ധ പാട്രിക്കിലൂടെ
പേഗൻ മതവിശ്വാസികളായ അന്ധവിശ്വാസത്തിനും വിഗ്രഹ ആരാധനക്കാരുമായ ഒരു വലിയ ജനസമൂഹം ജീവിച്ചിരുന്ന അയർലൻഡ് എന്ന രാജ്യത്തെ മുഴുവൻ നവീകരിച്ചത് ഈ വിശുദ്ധ പാട്രിക്ക. ഈ പാട്രിക്ക് അയർലൻഡിൽ ഇറങ്ങി തൻ്റെ കൈവശമുണ്ടായിരുന്ന വടി മണ്ണിൽ കുത്തിയപ്പോൾ അയർലൻഡ് എന്ന രാജ്യത്തെ മുഴുവൻ പാമ്പുകളും പോയി കടലിൽ ചാടി. അയർലൻഡ് എന്ന രാജ്യത്ത് ഒറ്റ പാമ്പ് പോലും ഇല്ല. പാമ്പ് എന്നൊരു ജീവി അയർലൻഡിൽ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വലിയൊരു സംഭവം തന്നെയാണ്. ആ വിശുദ്ധന്റെ കാല മണ്ണി വീണപ്പോൾ പാമ്പുകൾ മൊത്തം ആ ദേശത്തു നിന്ന് ഓടി കടലിൽ ചാടി. ആ വിശുദ്ധന്റെ കരങ്ങളിലൂടെ 34 മരിച്ചവർ ഉയർത്തിട്ടുണ്ട് എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. 34 മരിച്ചവരെ ഉയർപ്പിച്ചവർ ഈ വിശുദ്ധനാണ്, വിശുദ്ധ പാട്രിക്ക്. ഒരിക്കല് അയർലൻഡിന്റെ രാജാവിന്റെ മകൾ മരിച്ചു. മകളുടെ പേര് ഡബ്ലീന എന്നായിരുന്നു. അയർലൻഡിന്റെ തലസ്ഥാനത്തിന്റെ പേര് ഡബ്ലിൻ എന്നാണ്. രാജാവിന്റെ ചക്രവർത്തിയുടെ മകൾ മരിച്ചു. ഡബ്ലീന എന്ന കുട്ടിയുടെ പേര്. അതിന്റെ 12 വയസ്സ് പറ്റുള്ളൂ. വെള്ളത്തിൽ വീണോ എങ്ങനെയാണ് മരിക്കുന്നത്? അപ്പൊ ആരൊക്കെ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, നമ്മുടെ ഈ രാജ്യത്ത് വലിയ വിശുദ്ധനായ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തോട് നമുക്ക് പറയാം, അദ്ദേഹം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞിന് ജീവൻ കിട്ടിയേക്കാം. ചക്രവർത്തി പറഞ്ഞു, ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ ആളിനെ. അങ്ങനെ പാട്രിക്കിനെ അവിടെ എത്തിച്ചു. പാട്രിക്ക് ചക്രവർത്തിയോടും ആ കുടുംബത്തോടും യേശുവിനെ കുറിച്ച് പറഞ്ഞു. പാട്രിക്ക് പറഞ്ഞ കാര്യം ഇതാ, കുഞ്ഞിനെ ഞാൻ ജീവിപ്പിക്കാം, യേശു ഈ കുഞ്ഞിന് ജീവൻ കൊടുക്കും, നിങ്ങളെല്ലാവരും യേശുവിൽ വിശ്വസിക്കണം. അതിനുശേഷം പാട്രിക്ക് പ്രാർത്ഥിക്കുകയാ ചക്രവർത്തിയുടെ മകൾക്ക് വേണ്ടി. ഡബ്ലീന എന്ന 12 വയസ്സുകാരി പാട്രിക്കിന്റെ പ്രാർത്ഥനയിൽ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരികയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ആ കുഞ്ഞിന്റെ ഉയർപ്പ്, ആ കുടുംബം മുഴുവൻ യേശുവിലായി. ചക്രവർത്തി ഓർഡർ ഇട്ടു ആ രാജ്യം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുവാനായിട്ട്. അങ്ങനെ അയർലൻഡ് എന്ന രാജ്യത്തെ ഒരേ ഒരു വ്യക്തിയിലൂടെ ദൈവം നേടിയെടുക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 34 മരിച്ചവരെ അദ്ദേഹം ഉയർപ്പിച്ചുവെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 400-ലധികം വിശുദ്ധാത്മാക്കൾ മരിച്ചവരെ ഉയർപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയാ. നമ്മൾ തിരിച്ചറിയുക, എങ്ങനെ ഇത് സാധിച്ചു. വിശുദ്ധ പാട്രിക്ക്, സെയിന്റ് ആന്റണി 8 മരിച്ചവരെ ഉയർപ്പിച്ചു. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ 7 മരിച്ചവരെ ഉയർപ്പിച്ചു. സെയിന്റ് വിൻസെന്റ് ഫെറർ 28 മരിച്ചവരെ ഉയർപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. സെയിന്റ് ഫ്രാൻസിസ് പവോള 7 മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ സഭയുടെ ചരിത്രത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ച അനേകം വിശുദ്ധാത്മാക്കളുണ്ട്. ഇവർക്ക് എങ്ങനെ ഇത് കഴിഞ്ഞു? യേശു ചെയ്ത അതേ പ്രവൃത്തികൾ അവരുടെ കരങ്ങളിലൂടെ സംഭവിക്കുക. കാരണം യേശുവിന്റെ ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാ ആ വിശുദ്ധന്മാരെ നയിച്ചത്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, ജീവിക്കുന്ന ദൈവം, യേശുവിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ, പിതാവിനെ പോലെ യേശുവിനെ പോലെ ശക്തനായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ, എൻ്റെ കൂടെ, എന്നോടൊത്ത് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തിയൊന്ന് തുറന്നാൽ വലിയ സംഭവങ്ങൾ നടക്കും. കാലം മുട്ട് തെന്നിപ്പോകുന്ന കളിക്കുന്നവരോ, അങ്ങനെ മുട്ട് വേദനയല്ല, മുട്ടുകൾ തെന്നിപ്പോകുന്ന അങ്ങനെ ചെറുപ്പക്കാരായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചെറുപ്പക്കാരികളോ? മുട്ട് വേദനയല്ല കേട്ടോ, മുട്ട് ഡിസ്ലൊക്കേഷൻ ആകുന്നത്. അച്ഛൻ്റെ മുട്ട് തെന്നിപ്പോന്നാണോ? ആണോ? ഇങ്ങോട്ട് വരാമോ സ്റ്റേജിലേക്ക്? അച്ഛൻ്റെ പേരെന്താണ്? മാർട്ടിൻ. അച്ഛൻ്റെ ഏത് കാൽമുട്ടാ തെന്നിപ്പോന്ന്? മൈനർ സെമിനാരിയിൽ 3rd ഇയർ പഠിക്കുമ്പോൾ അച്ഛൻ്റെ ഇടത് കാൽമുട്ട് ഉരുപ്പുന്ന കളിക്കുമ്പോഴാണ്. വേറെ ആൾ ഇടിച്ചതാണ്. മുട്ടിന്റെ 2 ഭാഗം തെറ്റി 2 ലിഗമെന്റ് മുറിഞ്ഞു പോയി. മുട്ട് ഇടിച്ചിട്ട് ലിഗമെന്റ് അങ്ങനെ പൊടിഞ്ഞിട്ട് ലിഗമെന്റ് തെന്നിപ്പോന്നാണ് അച്ഛൻ്റെ. അച്ഛനങ്ങോട്ട് നിൽക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന് കർത്താവ് സൗഖ്യം കൊടുക്കുവോ? വിശ്വാസമുണ്ടോ? അച്ഛൻ വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അച്ഛന് വിശ്വാസം. ഞാൻ ഈ കാൽമുട്ടലൊന്ന് പിടിക്കും കേട്ടോ. ആ കാലിങ്ങനെ പിടിക്കാം. അച്ഛൻ്റെ ഈ കാൽമുട്ടല്ലേ? യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആമേൻ.
യേശുവേ സ്തുതി, യേശുവേ. ധൈര്യമായിട്ട് കാൽ വലിച്ചു ഓടുന്നു. ഈ കാൽമുട്ടിന് ഊരത്തില്ല. ഉറപ്പാ, ഗ്യാരണ്ടിയാ. വലിച്ചു ഓടിച്ചു. തിരിച്ചോ, വട്ടം കറക്കിക്കോ. കാൽമുട്ടിങ്ങനെ വട്ടം കറക്കിക്കച്ച. രണ്ടു കാലം വട്ടം കറക്കിക്കോ. തൊഴിച്ചോ, മടക്കി തൊഴിച്ച് ആഞ്ഞു തൊഴിച്ചോ. ഇനി മുട്ടലിരുന്ന് പിടിച്ചാച്ച. തിരിച്ചോ, വട്ടം കറക്കിക്കോ. നന്നായിട്ട് നല്ല ബലത്തിന് തിരിച്ച് അങ്ങോട്ടും കൊണ്ട് കറക്കിക്കോ. തൊഴിച്ചു. കരമുയർത്തി അടിച്ചോ, നന്ദി പറഞ്ഞേ. യേശു അവൻ ഇവിടെ ഉണ്ട്. ജീവിക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വർഷമായി? ഏകദേശം ഒരു 27 വർഷമായി. ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് സെമിനാരി തേർഡ് ഇയർ വേറൊരു ഓപ്പോസിറ്റ് ടീമിൽ കളിക്കുന്ന ആൾ വന്ന് മുട്ടിനിടിച്ചിട്ട് മുട്ട് 2 ഭാഗത്തേക്ക് പോയി 2 ലിഗമെൻ്റ് മുറിഞ്ഞു പോയതാണ്. ഈ 1 മാസം മുമ്പ് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ അത് ഒന്നുകൂടെ ഇളകി നീരൊക്കെ ആയിരുന്നു. ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളായിരുന്നു. ഹല്ലേലൂയ. യേശു ഇവിടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അത്ഭുതം നടക്കുന്നു. എൻ്റെ ഈ കൈക്ക് പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ ഈ കൈ കൊണ്ട് തൊടുമ്പോൾ യേശു തൊടും, ഉറപ്പാണ്. ഉയർത്തെഴുന്നേറ്റവൻ ഇവിടെയുണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം ഇവിടെയുണ്ട്. നന്നായിട്ടൊരു കൈയടി യേശു എന്ന് കൊടുത്തേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അച്ഛാ സന്തോഷമായോ? സന്തോഷമായി. അച്ഛൻ്റെ കണ്ണൊക്കെ എന്നെ നിറഞ്ഞു ഇരിക്കുന്നത് സന്തോഷം കൊണ്ടാണോ? നമുക്ക് അച്ഛനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കാര്യം പിടിച്ച് അച്ഛനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ ഞങ്ങളുടെ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ വലിയ സൗഖ്യത്തിന് നന്ദി പറയുന്നു. ആത്മാവിൻ്റെ അഭിഷേകം ഉന്നതമായ കൃപകളാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. ഞങ്ങളുടെ മഹത്വം ആദ്യ ദിവസം തന്നെ വെളിപ്പെട്ട ഈ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ അഭിഷേകത്തിനെ തൊട്ട ഞങ്ങളുടെ വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.